കഴിഞ്ഞ ദിവസമാണ് ദുലീപ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. 4 സ്ക്വാഡിലും സഞ്ജുവിന്റെ പേരിലായിരുന്നു. സഞ്ജുവിനെ മനഃപൂർവ്വം BCCI ഒഴിവാക്കി. സഞ്ജുവിന് ഇന്ത്യൻ ടീമിന്റെ പടി കാണില്ലെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. സഞ്ജു ദുലീപ് ട്രോഫിയിൽ കളിക്കും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുലീപ് ട്രോഫിയിൽ എല്ലാ താരങ്ങളും കളിക്കണമെന്നാണ് കോച്ച് ഗൗതം ഗംഭീറിന്റെ നിർദ്ദേശം. അതുകൊണ്ട് 4 ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീമിലും സഞ്ജുവിന്റെ പേരില്ലായിരുന്നു. സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഇപ്പോൾ സഞ്ജു ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ പോവുകയാണ്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ ടീമിൽ മാറ്റങ്ങൾ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ടീമിൽ മാറ്റങ്ങൾ വരുത്തി അവസരം കിട്ടാത്തവരെ അതിൽ കളിപ്പിക്കും. നേരത്തെ രോഹിത് ശർമ്മയും കോഹ്ലിയും ദുലീപ് ട്രോഫിയിൽ കളിക്കണമെന്നാണ് കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷം അവരെ മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും ദുലീപ് ട്രോഫിയിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ സഞ്ജു, റിങ്കു സിംഗ് തുടങ്ങിയ താരങ്ങളും ഉണ്ടായിരിക്കും. സഞ്ജുവിനെ മുഴുവനായിട്ട് ഒഴിവാക്കിയതല്ല. സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ കോച്ച് ഗൗതം ഗംഭീർ ചെയ്തിരിക്കുന്നത്. മുൻപത്തെ കോച്ചായ ദ്രാവിഡ് ആണെങ്കിൽ സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കാറില്ല. എന്നാൽ കോച്ച് ഗൗതം ഗംഭീറിന് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. BCCI സഞ്ജുവിനെ തഴഞ്ഞാലും കോച്ച് ഗംഭീർ സഞ്ജുവിനെ ഒഴിവാക്കില്ല. സഞ്ജുവിനെ എങ്ങനെയൊക്കെ അവസരം കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ കോച്ച് ഗംഭീർ കൃത്യമായി മനസ്സിലാക്കി അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീലങ്കൻ T20യിൽ ഋഷഭ് പന്ത് ഉണ്ടായിട്ടും പന്തിനെ മാറ്റി നിർത്തി സഞ്ജുവിന് അവസരം കൊടുത്തു. ഇതുപോലെ ഒരിക്കലും സംഭവിക്കാറില്ല. എപ്പോഴും സഞ്ജു സൈഡ് ബെഞ്ചിലാണ് ഇരിക്കാറ്. എന്തായാലും ദുലീപ് ട്രോഫിയിൽ സഞ്ജു കളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.